എന്താണ് ഇലക്ട്രിസിറ്റി? ഫസ്റ്റ് തന്നെ ചോദിക്കുന്നത് എന്താണ് ഇലക്ട്രിസിറ്റി? എന്താണ് ഇലക്ട്രിസിറ്റി? ഇലക്ട്രിസിറ്റി ഈസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക്കൽ പവർ ഓർ ദ ചാർജസ് ത്രൂ ദ വയേഴ്സ് ഇൻ അവർ ഹോം. എന്താണ് പറയുന്നത്? ബേസിക് ആയിട്ട് നമ്മൾ പറയാണ് കേട്ടോ. എന്താണ് നമ്മൾ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക്കൽ പവർ. ഒരു ഇലക്ട്രിക്കൽ പവർ ഫ്ലോ ചെയ്യാം. ഓക്കെ, എന്തിലൂടെയാണ് നമ്മൾ ഫ്ലോ ചെയ്യുക? വയറിലൂടെ അല്ലേ? നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മളെ വീട്ടിൽ നമ്മൾ വയറുകൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ആ വയറുകളിലൂടെ അതെന്താണ് ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യാം. ഓക്കെ, ഇലക്ട്രിക്കൽ പവർ ഓർ ചാർജസ് ഇതിന്റെ ഫ്ലോ ആണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്? ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ചാർജസ് എന്ന് പറയുന്നത് നമ്മൾ ഇലക്ട്രോൺസ് ആണ് പറയാം. നിങ്ങൾക്ക് അതിനെ കുറിച്ചൊക്കെ ഇനിയും പഠിക്കാനുണ്ട്. ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ് എന്നൊക്കെ പറഞ്ഞ് ചാർജസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഇപ്പം മക്കൾ മെയിൻ ആയിട്ട് ജസ്റ്റ് ഇലക്ട്രിസിറ്റി എന്താണ് ചോദിച്ചാൽ എങ്ങനെ എഴുതണം? ഇലക്ട്രിസിറ്റി ഈസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക്കൽ പവർ ഓർ ദ ചാർജസ്. എന്താണ് മാം ഇവിടെ ഇലക്ട്രോൺസ് കൊടുത്തിട്ടുണ്ട് അല്ലെ? ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ് ശരിക്കും എന്ത് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്? ദ ഇലക്ട്രിസിറ്റി ഈസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക്കൽ പവർ ഓർ ദ ചാർജസ് ത്രൂ ദ വയേഴ്സ് ഇൻ അവർ ഹോം. നമ്മളുടെ വീട്ടിലുള്ള വയേഴ്സിലൂടെ ഫ്ലോ ചെയ്യുക അല്ലെ? നമ്മളിപ്പോ നമ്മളുടെ വീട്ടിലുള്ള ഇലക്ട്രിസിറ്റിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ വീട്ടിലുള്ള വയേഴ്സിലൂടെ ഫ്ലോ ചെയ്യും, ചാർജസ് ഫ്ലോ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ പറയാം അത് ഇലക്ട്രിസിറ്റി ആണ് എന്ന് അല്ലേ? അപ്പൊ നമ്മൾ എന്താണ് കറണ്ട് പോയ സമയമൊക്കെ ഉണ്ടാവും, അവിടെ നമുക്ക് പറയാം പവർ കട്ടാണ്, ഇലക്ട്രിസിറ്റി ഇല്ല. എന്താണ് അവിടെ ഫ്ലോ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഈ ഇലക്ട്രിസിറ്റി നമുക്ക് എവിടുന്നാ കിട്ടുന്നത്? ഇലക്ട്രിസിറ്റി കിട്ടുന്നത് നമ്മൾ പറഞ്ഞ പവർ സ്റ്റേഷൻ എന്നാണ് നമുക്ക് ഇലക്ട്രിസിറ്റി കിട്ടുന്നത് അല്ലേ? ട്രാൻസ്മിഷൻ ടവർ അല്ലേ? അതിൽ നിന്നൊക്കെയാണ് നമുക്ക് എന്താണ് ഇലക്ട്രിസിറ്റി നമ്മളുടെ വീട്ടിലേക്ക് വരുന്നത് അല്ലേ? എന്താ മക്കൾ നോക്കിയേ, ഏതാണ് നമ്മളുടെ പവർ സ്റ്റേഷൻ എന്ന് പറയും. ഇലക്ട്രിസിറ്റി ദാറ്റ് വി യൂസ് അറ്റ് ഹോംസ് ഇൻ അവർ ഫാക്ടറീസ് ഈസ് സപ്ലൈഡ് ഫ്രം എ പവർ സ്റ്റേഷൻ. ഒരു പവർ സ്റ്റേഷനിൽ നിന്നാണ് നമുക്ക് ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യുന്നത് അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനത്തെ പവർ സ്റ്റേഷൻസ്? കണ്ടിട്ടുണ്ടോ? ഓക്കെ, പവർ സ്റ്റേഷനിൽ നിന്നാണ് നമുക്ക് എന്താണ് നമ്മളുടെ വീട്ടിലേക്കും ഫാക്ടറിയിലേക്കും സ്കൂളിലേക്കും ഇവിടേക്ക് വേണ്ട ഇലക്ട്രിസിറ്റി കിട്ടുന്നത് എവിടെ നിന്നാണ്? പവർ സ്റ്റേഷൻ എന്നാണ്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഫ്ലോ ഓഫ് ചാർജസ് ഓർ ഇലക്ട്രിക് പവർ അല്ലേ? പവർ ആണ്. എന്താണ് ഇതിലൂടെ? ത്രൂ ദ വയർ ഇൻ അവർ ഹോം. ഓക്കെ, സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ പവർ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇവിടെ നിന്നാണ് നമുക്ക് ഇലക്ട്രിസിറ്റി കിട്ടുന്നത്. എവിടെ? നമ്മളെ വീട്ടിലേക്കും സ്കൂളിലേക്കും. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിന് ഇലക്ട്രിസിറ്റി എന്താന്ന് പറഞ്ഞിട്ടും നമ്മൾ ജസ്റ്റ് പവർ സ്റ്റേഷൻ എന്നാന്ന് പറഞ്ഞു. ഓക്കെ, നമ്മളുടെ ഇലക്ട്രിസിറ്റി ഇപ്പൊ മാം പറഞ്ഞു, കുറേ യൂസ് പറഞ്ഞു ഇലക്ട്രിസിറ്റി ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ തന്നെ പറ്റാത്ത അവസ്ഥ ആണല്ലേ നമുക്ക്. അപ്പൊ എന്താണ്? അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജസ് ഓഫ് ഇലക്ട്രിസിറ്റിന്റെ അഡ്വാൻറ്റേജസ് എന്താണ്? അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അതിന്റെ ഉപയോഗങ്ങൾ അല്ലേ? ഉപയോഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്വാൻറ്റേജ് അല്ലേ? അഡ്വാൻറ്റേജസ് ഓഫ് ഇലക്ട്രിസിറ്റി എന്താണ്? ലൈറ്റ് ഇൻ അവർ ഹൗസ്, ഓഫീസസ്, റോഡ്സ് എക്സെട്ര, ഈവൻ പാഴ്സൺസ്. എന്താ മക്കളെ നമ്മൾ മെയിൻ ആയിട്ട് ഇലക്ട്രിസിറ്റി യൂസ് ആലോചിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മളുടെ മൈൻഡിൽ എന്താ വരിക മക്കളെ? ലൈറ്റ് അല്ലേ? നമ്മൾക്ക് ലൈറ്റ് വേണം അല്ലേ? നമുക്ക് സൂര്യ അസ്തമിക്കുന്ന സമയത്ത് നമുക്ക് ലൈറ്റ് വേണം അല്ലേ? നമ്മൾ പകൽ തന്നെ ലൈറ്റ് ഇടുന്ന ആൾക്കാരാണ് അല്ലേ? പകൽ സമയത്ത് തന്നെ നിങ്ങൾ വീട്ടിൽ ലൈറ്റ് ഇടാറുണ്ടാവും. അപ്പൊ നമുക്ക് ലൈറ്റ് ആണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റി എന്ന് ആലോചിക്കുമ്പോൾ ഫസ്റ്റ് ആലോചിക്കുന്ന ഒരു കാര്യം. ഓക്കെ, അപ്പൊ നമ്മളുടെ ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ വീട്ടിലൊക്കെ ലൈറ്റ് തരുന്നത് ഇലക്ട്രിസിറ്റിയാണ്. ഓക്കെ, പിന്നെന്താണ്? ടു ഓപ്പറേറ്റ് പമ്പ്സ് വിച്ച് ഇൻ ടേൺ ഹാവ് ലോട്ട് ഓഫ് അപ്ലിക്കേഷൻസ്. എന്താണ് ഈ പമ്പ്സ് ഓപ്പറേറ്റ് ചെയ്യാന്ന് പറയുന്നത്? പണ്ട് നമ്മളുടെ പാസ്റ്റിലൊക്കെ നമ്മളുടെ പണ്ടുള്ള പൂർവികരൊക്കെ എങ്ങനെയായിരുന്നു? കിണറ്റിൽ നിന്നൊക്കെ വെള്ളം കോരിയിട്ടൊക്കെ ആയിരുന്നു നമ്മളുടെ വീട്ടിൽ വെള്ളമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ? ജസ്റ്റ് ഒരു സ്വിച്ച് ഓൺ ചെയ്താൽ നമുക്ക് വീട്ടിൽ വെള്ളം എത്താണ്, എല്ലാ ടാപ്പിലും വെള്ളം എത്താണ്. അവിടെ എന്താ ഇപ്പൊ എന്താ ചെയ്യുന്നത്? അവിടെ എന്താണ്? ഒരു മോട്ടർ ഉണ്ട് അല്ലേ? മോട്ടറിലൂടെ നമുക്ക് വെള്ളം പ്രഷർ ചെയ്ത് മുകളിലേക്ക് കയറിയിട്ട് അത് ടാങ്കിൽ കയറിയിട്ട് നമുക്ക് വെള്ളം എല്ലായിടത്തും എത്തുന്നുണ്ട് നമ്മളെ വീട്ടിൽ. അപ്പൊ നമ്മളുടെ അവിടെ ഈ മോട്ടർ ഓൺ ചെയ്യുന്ന അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇലക്ട്രിസിറ്റി ഉണ്ട്. മോട്ടർ ഓൺ ആവണമെങ്കിൽ നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുക്കണം അല്ലേ? കറണ്ട് ഇല്ലെങ്കിൽ മോട്ടർ ഓണാവോ? ഇല്ല. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു ഉപയോഗമാണ് അല്ലെ പമ്പിന്റെ ഓപ്പറേഷൻസിനൊക്കെ എന്താണ് ഇലക്ട്രിസിറ്റി അത്യാവശ്യമാണ്. ഓക്കെ, ഇത് വെള്ളത്തിന്റെ കാര്യം. ഇതുപോലെ തന്നെ ഫാക്ടറിയിൽ പല പല ആവശ്യങ്ങളുണ്ടാവും അല്ലെ? ഫാക്ടറിയിൽ ഓരോ പ്രൊഡക്ഷൻ അല്ലെ? നിങ്ങൾക്കറിയാം ഇൻഡസ്ട്രിയിലായാലും ഫാക്ടറിയിലായാലും പലതരം പ്രൊഡക്ഷൻസ് ഉണ്ട് അല്ലെ? പല സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. അതിനൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ എന്തായിരുന്നു സെക്കൻഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്?
ടു ഓപ്പറേറ്റ് പമ്പ്സ് വിച്ച് ഇൻ ടേൺ ഹാവ് ലോട്ട് ഓഫ് അപ്ലിക്കേഷൻസ് അല്ലെ, കുറേ അപ്ലിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, അടുത്ത് നോക്കിയേ, ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ലൈക്ക് റെഫ്രിജറേറ്റർ, ഫാൻസ് എക്സെട്ര. ഓക്കെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഈ ഫാൻ, റെഫ്രിജറേറ്റർ ഒന്നും ഇല്ലാത്തൊരു ലൈഫിനെ കുറിച്ചിട്ട് അല്ലെ. ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന എന്തിലൂടെയാണ്? ഇലക്ട്രിസിറ്റിയിലൂടെയാണ്. ഇലക്ട്രിസിറ്റി ഇല്ലാതെ ഒന്നും വർക്ക് ചെയ്യോ? ഇല്ല. അപ്പൊ നമ്മളുടെ ഇലക്ട്രിസിറ്റിയിലൂടെ ഇതാക്കുന്ന എന്ത്? ഫാന്, റെഫ്രിജറേറ്റർ, നമുക്ക് പറയാം എന്ത്? AC പറയാം, പിന്നെ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം, വാഷിംഗ് മെഷീൻ. ഓക്കെ, അപ്പൊ അങ്ങനത്തെ എല്ലാ ഇലക്ട്രിക്കൽ അപ്ലയൻസസിനും നമുക്ക് എന്ത് വേണം? ഇലക്ട്രിസിറ്റി വേണം. ഓക്കെ, എന്താണ് ലാസ്റ്റ് വൺ പറയുന്നത്? ബിൽഡിംഗ് ഹൗസസ്, ഇൻസ്റ്റാളിംഗ് എക്യുപ്മെന്റ്സ് എക്സെട്ര. എന്താണ്? നമുക്ക് വീട് ബിൽഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫാക്ടറി ഓർ എനിത്തിങ് നമുക്ക് ബിൽഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇലക്ട്രിസിറ്റി വേണം അല്ലേ? അല്ലേ? ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും എന്താണ് മക്കളെ? ഇലക്ട്രിസിറ്റി വേണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് നമ്മളുടെ ബേസിക് ആയിട്ട് അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് ഒന്ന് വായിച്ചേ, മാമിന്റെ കൂടെ തന്നെ വായിച്ചേ. ലൈറ്റ് ഇൻ അവർ ഹൗസസ്, ഓഫീസസ്, റോഡ്സ് എക്സെട്ര, ഈവൻ പാസ്റ്റ് സൺസെറ്റ്. ഓക്കെ, to operate pumps which in turn have lot of applications. Okay, electrical applications like refrigerator, fan, washing machine etc. Building houses, installing equipments. അല്ലെ, ഇൻസ്റ്റാളിംഗ് എക്യുപ്മെന്റ്സ് എന്താണ്? നമ്മളുടെ എന്തെങ്കിലും എക്യുപ്മെന്റ്സ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? എന്ത് വേണം മക്കളെ? ഇലക്ട്രിസിറ്റി വേണം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മളുടെ ഇലക്ട്രിസിറ്റി ആൻഡ് സർക്യൂട്ട് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിലെ ഇലക്ട്രിസിറ്റി അഡ്വാൻറ്റേജ് ആണ് ഇപ്പൊ മാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ, ഇനി നോക്കിയേ, നമ്മളുടെ ഈ ഇലക്ട്രിസിറ്റിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ചിലർക്ക് അറിയാം. നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയേ, നമ്മൾ ചിലർ ഡൗട്ട് ഉണ്ടാവും, എന്തുകൊണ്ടാണ് നമ്മൾ ഈ ടോർച്ചില്ലേ, നമ്മൾ ടോർച്ച്, ഈ ടോർച്ചൊക്കെ എങ്ങനെയാ? ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ബട്ടൺ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ലൈറ്റ് വരുന്നത് അല്ലേ? എങ്ങനെയാ ലൈറ്റ് അടിക്കുന്നത്? അവിടെ നമ്മളൊന്നും ജസ്റ്റ് ഇലക്ട്രിസിറ്റി ഒന്നും ചെയ്യുന്നില്ലല്ലോ, എന്തുകൊണ്ടാണ്? അതുപോലെ പല സാധനങ്ങളും ഉണ്ടല്ലേ നമ്മൾ ബാറ്ററി ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ ബാറ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും എന്താണ്? ഇലക്ട്രിക് സെൽ എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, ഇലക്ട്രിക് സെൽ എന്താണ് പറയാ? ഇലക്ട്രിക് സെൽ. ഈ രണ്ട് ഇലക്ട്രിക് സെൽ കൂടി ചേർന്നാലാണ് എന്താവുക? ബാറ്ററി ആവുക. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ബാറ്ററിയിൽ അല്ലെങ്കിൽ ഇലക്ട്രിക് സെല്ലിലും എന്താണ് മക്കളെ? ഒരു ചെറിയ തോതിൽ എന്തുണ്ട്? ഇലക്ട്രിസിറ്റി ഉണ്ട്. അവിടെ ഇലക്ട്രിസിറ്റിന്റെ ഫ്ലോ നടക്കുന്നുണ്ട്. ഈ ചാർജസിന്റെ ഫ്ലോ നടന്നിട്ടാണ് എന്ത് കിട്ടുന്നത്? അവിടെയും ഇലക്ട്രിസിറ്റി വന്നിട്ടാണ് നമ്മളുടെ ബൾബ് ഗ്ലോ ചെയ്യുന്നത്. എന്തിലെ ബൾബാണ് മാം പറയുന്നത്? ഇപ്പം ടോർച്ചിലെ ബൾബ് അല്ലേ? നമ്മൾ അത് ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ടോർച്ച് ലൈറ്റ് കത്തുന്നത് കണ്ടിട്ടില്ലേ? അപ്പം എന്താണ്? അതിന്റെ ഉള്ളിൽ ബാറ്ററി ഉണ്ടാവും. നമ്മൾ ബാറ്ററി എന്നല്ല പറയാം, അല്ലെങ്കിൽ സെല്ലാണ് ശരിക്കും പറയാം അല്ലെ? ഇലക്ട്രിക് സെൽസ് ഉണ്ടാവും. സെല്ലിന്റെ ഉള്ളിൽ എന്താണ്? അവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടാവും, കുറച്ച് തോതിൽ ഇലക്ട്രിസിറ്റി ഉണ്ടാവും. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ബൾബ് ഗ്ലോ ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പാർട്ടിൽ പഠിക്കുന്നതാണ് ഇലക്ട്രിക് സെൽ ആൻഡ് ഇലക്ട്രിക് ബൾബ്. എന്താണ് പറയുന്നത്? ഇലക്ട്രിക് സെല്ലും ഇലക്ട്രിക് ബൾബും. ഓക്കെ, എന്താണ് ഇലക്ട്രിക് സെൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നമ്മളുടെ ബാറ്ററി കണ്ടവർക്ക് അറിയാം, ബാറ്ററി കാണാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ആ ബാറ്ററി ഇലക്ട്രിക് ബൾബ് എന്താണ്? നമ്മളുടെ ബൾബ് അല്ലെ, വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ബൾബ്. ഓക്കെ, അപ്പം ഇലക്ട്രിക് സെൽ ആൻഡ് ഇലക്ട്രിക് ബൾബാണ്. ഓക്കെ, ഫീച്ചേഴ്സ് ഓഫ് എൻ ഇലക്ട്രിക് സെൽ. ഫസ്റ്റ് നമ്മൾ ഇലക്ട്രിക് സെല്ലിനെ കുറിച്ച് പറയാണ്. ഓക്കെ, അതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. എന്താണ് ഇലക്ട്രിക് സെൽ എന്ന് പറയുന്നത്? ഫിഗർ നോക്കി, ഇതാണ് നമ്മളുടെ ഇലക്ട്രിക് സെല്ല് അല്ലെ? ജസ്റ്റ് മാം ജസ്റ്റ് ഇലക്ട്രിക് സെൽ എന്താന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നമ്മളുടെ ബാറ്ററി ഇല്ലേ അല്ലെ, ഇവിടെ കണ്ടിട്ടില്ലേ? നിങ്ങളുടെ ഒരു ക്യാപ്പ്, മെറ്റൽ ക്യാപ്പ് പോലത്തെ ഒരു ഇതും അടിയിലൊരു മെറ്റൽ ഡിസ്ക് പോലെ ഒരു സംഭവം കണ്ടിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ഈ ഒരു സംഭവത്തിനാണ് നമ്മളുടെ എന്ത് പറയുന്നത് മക്കളെ? ഇലക്ട്രിക് സെൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ഫീച്ചേഴ്സിലേക്ക് പോവാം അല്ലെ? ഓക്കെ, ഇറ്റ് ഈസ് എ സ്മോൾ സിലിണ്ടറിക്കൽ സ്ട്രക്ചർ വിച്ച് ഹെൽപ്സ് ഇൻ ഓപ്പറേറ്റിംഗ് ദ ഡിവൈസ്. അതൊരു സ്മോൾ സിലിണ്ടറിക്കൽ സ്ട്രക്ചർ ആണ് അല്ലെ? ഞാൻ ഫിഗർ കാണിച്ചത് മനസ്സിലായ ഒരു സിലിണ്ടറിക്കൽ ഒബ്ജക്റ്റ് ആണ് അല്ലെ? സിലിണ്ടറിക്കൽ എന്ന് പറഞ്ഞാൽ റൗണ്ട് ആയിട്ട് അല്ലെ? അപ്പം സ്മോൾ സിലിണ്ടറിക്കൽ സ്ട്രക്ചർ ആണ് വിച്ച് ഹെൽപ്സ് ഇറ്റ് ഓപ്പറേറ്റിംഗ് ദ ഡിവൈസ്. ഒരു ഡിവൈസ് ഓപ്പറേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, സെക്കൻഡ് വൺ നോക്കി, എ സ്മോൾ മെറ്റൽ ക്യാപ്പ് ഈസ് പ്ലേസ്ഡ് ഓൺ വൺ സൈഡ് ആൻഡ് എ സ്മോൾ മെറ്റൽ ഡിസ്ക് ഈസ് പ്രസന്റ് ഓൺ ദ അതർ സൈഡ്. എന്താണ് പറയുന്നത്? നമ്മളുടെ ബാറ്ററിയിൽ ഞാൻ പറഞ്ഞതിന് മുകളിൽ ഒരു മെറ്റൽ എന്തുണ്ട്? ഒരു ക്യാപ്പ് ഉണ്ട്. ഒരു മെറ്റൽ ക്യാപ്പും താഴെ ഒരു മെറ്റൽ ഡിസ്കും ഉണ്ട്. ഓക്കെ, അതാണ് പറയുന്നത്. ഒരു മെറ്റൽ ക്യാപ്പും ഒരു മെറ്റൽ ഡിസ്കും ഉണ്ട്. ഓക്കെ, ഇവിടെ ഇതാണ് മെറ്റൽ ക്യാപ്പ് എന്ന് പറയുന്നത്. എന്താണ്? മെറ്റൽ ക്യാപ്പ്. ഓക്കെ, ഇവിടെ താഴെ ഫിഗറിൽ കാണുന്നില്ല, നിങ്ങൾക്ക് ബാറ്ററി എടുത്ത് നോക്കാം. നിങ്ങളെ വീട്ടിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു റിമോട്ടോ ഒരു എനിത്തിങ് അതിനുള്ളിൽ ബാറ്ററി ഉണ്ടാവും. അതെടുത്ത് നോക്കിയേ, ഇതിന് താഴെ കാണാൻ നിങ്ങൾക്ക് ഇതേ കളറിൽ ഒരു സിൽവർ കളറിൽ എന്താണ്? ഒരു മെറ്റൽ ഡിസ്ക് കാണാം.
ഓക്കെ, അപ്പം എന്താണ് മെറ്റൽ ക്യാപ്പ് ഉണ്ട്, മെറ്റൽ ഡിസ്ക് ഉണ്ട്. ഓക്കെ, അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? ഇറ്റ് ഈസ് എ സ്മോൾ സിലിണ്ടറിക്കൽ സ്ട്രക്ചർ വിച്ച് ഹെൽപ്സ് ഇൻ ഓപ്പറേറ്റിംഗ് ദി ഡിവൈസസ് എന്ന് പറഞ്ഞു. എ സ്മോൾ മെറ്റൽ ക്യാപ്പ് ഇസ് പ്ലേസ്ഡ് ഓൺ വൺ സൈഡ് ആൻഡ് എ മെറ്റൽ ഡിസ്ക് ഇസ് പ്രസന്റ് ഓൺ ദ അതർ സൈഡ്. ഓക്കെ, അടുത്ത് നോക്കി, ഓൾ സെൽസ് ഹാവ് ടു ടെർമിനൽസ്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. എന്താണ് നമ്മൾ ഈ കാണുന്ന സെല്ലിനൊക്കെ രണ്ട് ടെർമിനൽ ഉണ്ട്. എന്താണ്? ഒന്ന് പോസിറ്റീവ് ടെർമിനലും ഒന്ന് നെഗറ്റീവ് ടെർമിനലും. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ട് ടെർമിനൽസ് ഉണ്ട്. ഒന്ന് എന്താണ്? പോസിറ്റീവും എന്താണ് മക്കളെ? അടുത്തത് നെഗറ്റീവുമാണ്. ഓക്കെ, ഓക്കെ, ദ മെറ്റൽ ക്യാപ്പ് ആൻഡ് മെറ്റൽ ഡിസ്ക് ആർ പോസിറ്റീവ്. ഏതാണ് ഇവിടെ പോസിറ്റീവ് എന്ന് പറയുന്നത്? നമ്മളുടെ മെറ്റൽ ക്യാപ്പാണ് പോസിറ്റീവ്. ഓക്കെ, മെറ്റൽ ക്യാപ്പിന് സൈഡ് പോസിറ്റീവും താഴെ മെറ്റൽ ഡിസ്കിന് സൈഡ് നമ്മൾ നെഗറ്റീവ് ടെർമിനലാണ്. ഓക്കെ, അപ്പം മെറ്റൽ ക്യാപ്പ് എന്തായിരുന്നു? പോസിറ്റീവ് ടെർമിനൽ ആൻഡ് മെറ്റൽ ഡിസ്ക് ഈസ് നെഗറ്റീവ് ടെർമിനൽ. ഓക്കെ, അതാണ് നമ്മളുടെ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത്. ദ മെറ്റൽ ക്യാപ്പ് ആൻഡ് മെറ്റൽ ഡിസ്ക് ആർ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽസ് ഓഫ് ദ ഇലക്ട്രിക് സെൽ റെസ്പെക്റ്റീവ്ലി. ഓക്കെ, കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി ഇൻസൈഡ് ദ സെൽ. സെല്ലിൻ്റെ ഉള്ളിൽ കെമിക്കൽ എനർജിനെ നമ്മൾ ഇലക്ട്രിക്കൽ, ഓക്കെ, ആ സെല്ലിൽ കുറച്ച് കെമിക്കൽസ് ഉണ്ട്. ആ കെമിക്കൽ എനർജിനെ നമ്മൾ എന്താക്കി മാറ്റാണ്? കൺവേർട്ട് ചെയ്യാണ്, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. ഓക്കെ, കെമിക്കൽസ് ആർ അസോസിയേറ്റഡ് ദ സെൽ സ്റ്റോപ്പ്. അവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ബാറ്ററി ലീക്ക് ആവുന്നത് കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബാറ്ററിന്റെ ഇടയ്ക്ക് ഇതിന് ലീക്ക് ആവുന്നതൊക്കെ. അപ്പൊ അതിൽ കെമിക്കൽസ് ഉണ്ട്. ഈ കെമിക്കൽസ് എക്സോസ്റ്റ് ആവുമ്പോൾ എന്ത് ചെയ്യും? നമ്മളുടെ ഈ ബാറ്ററിന്റെ വർക്ക് സെൽ അവിടെ നിർത്തും, സെല്ലിന്റെ വർക്കിംഗ് നിർത്തും. ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ അവിടെ നടക്കുന്ന വർക്കിംഗ് എന്താണ്? ഈ കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജിയാണ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ എടുക്കുന്ന പോർഷൻ ഏതാണ്? ഇലക്ട്രിക് സെല്ലാണ് അല്ലെ, ഇലക്ട്രിക് സെല്ലാണ്. അതിന് രണ്ട് ടെർമിനൽ ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ. അതിനു മുമ്പ് രണ്ട് പാർട്ട് ഏതാ പറഞ്ഞിരുന്നോ? മെറ്റൽ ക്യാപ്പും മെറ്റൽ ഡിസ്കും. ഈ മെറ്റൽ ക്യാപ്പ് ഏത് ടെർമിനലായിരുന്നു? പോസിറ്റീവ് ടെർമിനലും. മെറ്റൽ ഡിസ്ക് ഏതായിരുന്നു മക്കളെ? നെഗറ്റീവ് ടെർമിനലും. ഓക്കെ, അപ്പൊ നമ്മളുടെ സെല്ലിനെ കുറിച്ച് ഐഡിയ കിട്ടിയോ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഇതാ നമ്മളുടെ ഇലക്ട്രിക് സെൽ എന്ന് പറയുന്നത്. മാം പറഞ്ഞു ഇത് മെറ്റൽ ക്യാപ്പാന്ന് പറഞ്ഞു, ഇതിവിടെ മെറ്റൽ ഡിസ്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, നിങ്ങൾ ടെർമിനൽ നോക്കിയേ, ഇതാണ് പോസിറ്റീവ് ടെർമിനൽ. ഓക്കെ, പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും. കണ്ടോ? നമ്മളുടെ മെറ്റൽ ഡിസ്ക് താഴെയുള്ളതിന് നമ്മൾ നെഗറ്റീവ് ടെർമിനലും പറയും. ഓക്കെ, ഇവിടെ കുറച്ച് ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, നമ്മളെ കെമിക്കൽസ് ഒക്കെ നിൽക്കുന്നതാണ്. നമ്മൾ അതിനെ കുറിച്ചൊന്നും അധികം ഡീറ്റെയിൽസ് പോകണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് ബേസിക് ആയിട്ട് എന്തറിയാം? ഇതാണ് ഇലക്ട്രിക് സെൽ എന്നറിയാം. അതിന് രണ്ട് പാർട്ട് ഉണ്ടെന്ന് അറിയാം. ഏതാണ്? മെറ്റൽ ക്യാപ്പ് ആൻഡ് മെറ്റൽ ഡിസ്ക്. ഓക്കെ, അപ്പൊ പിന്നെ എന്ത് പറഞ്ഞു? രണ്ട് ടെർമിനൽ ഉണ്ടെന്ന് പറഞ്ഞു. ഏതായിരുന്നു? പോസിറ്റീവ് ടെർമിനൽ ആൻഡ് നെഗറ്റീവ് ടെർമിനൽ. ഓക്കെ, അപ്പൊ ഫിഗർ ശരിക്കും ശ്രദ്ധിച്ചേ. ഇതാണ് പോസിറ്റീവ് ടെർമിനൽ, ഇതാണ് നെഗറ്റീവ് ടെർമിനൽ. ഓക്കെ, ഓക്കെ അല്ലേ? നോക്കിയേ, ഫീച്ചേഴ്സ് ഓഫ് ആൻ ഇലക്ട്രിക് ബൾബ്. അടുത്തത് നമ്മൾ ഇലക്ട്രിക് സെല്ല് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ മാം ഇലക്ട്രിക് സെല്ലിനെ കുറിച്ച് പറഞ്ഞു, നിങ്ങൾ അത് പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്താണ്? ഇലക്ട്രിക് ബൾബ് അല്ലേ. നമ്മളുടെ ഈ ഒരു നമ്മൾ പറഞ്ഞു ഇലക്ട്രിക് സെല്ലിനെ കുറിച്ചും പറയുന്നുണ്ട്, ഇലക്ട്രിക് ബൾബിനെ കുറിച്ചും പറയും. ഓക്കെ, അപ്പൊ എന്താണ് അടുത്തത്? ഇലക്ട്രിക് ബൾബാണ്. ഓക്കെ, എന്താണ്? ദ ഔട്ടർ കവറിങ് ഈസ് ഗ്ലാസ് ആൻഡ് ദ ബേസ് ഈസ് മെറ്റാലിക്. എന്താണ്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ബൾബ് അല്ലെങ്കിൽ നിങ്ങൾ ടോർച്ചിന്റെ ഉള്ളിലെ ബൾബ് കണ്ടിട്ടുണ്ടോ? അതിൽ നമുക്ക് കാണാം മുകളിൽ ഗ്ലാസ് ആയിരിക്കും അല്ലെ, താഴെ ഒരു മെറ്റൽ ക്യാപ്പ് ഉണ്ടാവും. നോക്കി ഫിഗർ നോക്കിയേ. ഓക്കെ, ഒരു ഫിഗർ കണ്ടോ? ഒരു ബൾബിന്റെ ഫിഗർ മാം എടുത്തിട്ടുണ്ടോ? ഇതൊക്കെ ഗ്ലാസ് ആണ്. ഓക്കെ, ഇത് ഗ്ലാസ് കൊമ്പും ഇതെന്താണ്? ഒരു മെറ്റലുമാണ് അല്ലേ. ഓക്കെ, അപ്പൊ നമ്മള് ഇലക്ട്രിക് ബൾബിന്റെ ഫീച്ചേഴ്സ് ആണല്ലേ പറയുന്നത്. ഈ ഫിഗർ ശരിക്കും ശ്രദ്ധിച്ചാൽ ഇവിടെ ഗ്ലാസ് ആണ്, ഇവിടെ ഒരു മെറ്റൽ ക്യാപ്പ് ഉണ്ട്. ഓക്കെ, അപ്പൊ എന്താണ്? ഔട്ടർ കവറിംഗ് ഈസ് ഗ്ലാസ് ആറ്റ് ദ ബേസ് ഈസ് മെറ്റാലിക്. Okay, the part of the bulb which glows is called filament and is made up of tungsten. Okay, നമ്മളുടെ അതിലുള്ളൊരു പാർട്ട് ഉണ്ട്. ഏതാണത്? ഓക്കെ, ഈ ഒരു പാർട്ട് കണ്ടിട്ടുണ്ടോ? ഇതിനാണ് നമ്മളുടെ എന്ത് പറയുന്ന മക്കളെ? ഫിലമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താ പറയുന്നത്? ഫിലമെന്റ് എന്നാണ് പറയാ. ഓക്കെ, ഇത് എന്തുകൊണ്ടാണ് മെയ്ഡപ്പ് ചെയ്തത്? ടങ്സ്റ്റൻ.
ഓക്കെ, ടെങ്സ്റ്റൺ എന്നാണ്. അപ്പൊ അത് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്, അത് പഠിച്ചു വെക്കണം എന്താണെന്നുള്ളത്. ഫിലമെന്റ് എന്താണ്? ഇതൊരു തിൻ വയറാണ്, നേരിയൊരു വയർ. അതാണ് ശരിക്കും എന്ത് ബൾബ് ഗ്ലോ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയ ഒരു ബൾബ് ഗ്ലോ ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും ശ്രദ്ധിച്ചാൽ അറിയാം അതാണ് കത്തുന്നത്, ആ വയറാണ് എന്ത് ഗ്ലോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിലുള്ള ഫിലമെന്റ് ആണ് ഗ്ലോ ചെയ്യുന്നത്. ഫിലമെന്റ് എന്തുകൊണ്ട് മെയ്ഡപ്പ് ചെയ്തതാണ്? ടെങ്സ്റ്റൺ കൊണ്ട് മെയ്ഡ് ചെയ്താണ്. ഓക്കെ, okay, the part of the bulb which glows is called filament and is made up of tungsten. Okay, okay, അപ്പൊ ഫിലമെന്റ് എന്നാണ് നമ്മളുടെ ആ പാർട്ടിന് പറഞ്ഞ ഗ്ലോ ചെയ്യുന്ന പാർട്ട് ഏതാ? the part of the bulb which glow is called dash എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്ത് പറയും? filament which is made up of tungsten. Okay, okay, the filament is attached to two wires. One of the wire is connected to the metal case at the base and the other wire is connected to the metal wire at the center of the base. Okay, base of the bulb and metal tip are terminals of the bulb and do not touch each other. Okay, എന്താ ഇവിടെ പറയുന്നത്? ഓക്കെ, നമ്മളിപ്പോൾ നമ്മളുടെ ബൾബിന്റെ മെയിനായിട്ടൊരു പിക്ചർ മാം പറഞ്ഞു തരികയാണ് കേട്ടോ. അപ്പൊ ഇത് ഗ്ലാസ് കൊണ്ടാണെന്ന് പറഞ്ഞു അല്ലേ? ഗ്ലാസ് ആണ്. ഇത് നമ്മൾ പറഞ്ഞു ബേസ് എന്തുകൊണ്ടാണ്? മെറ്റൽ കൊണ്ടാണെന്ന് പറഞ്ഞു അല്ലേ? ഇപ്പൊ നമുക്ക് എന്താ അറിയാം, ഇത് ഗ്ലാസ് ആണ്, ഇവിടെ രണ്ട് വയർ ഉണ്ട്. ഇതാണ് എന്ത് പറയുന്നത്? ഫിലമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ മുകളിൽ കാണുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിലമെന്റ്. ഓക്കെ, എന്തുകൊണ്ടാ മെയ്ഡ് ചെയ്തത്? ടങ്സ്റ്റൺ. ഓക്കെ, ടങ്സ്റ്റൺ വയർ എന്നും പറയാറുണ്ട് കേട്ടോ, ഫിലമെന്റ് അല്ലാതെ ടങ്സ്റ്റൺ വയർ എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളുടെ ബൾബ് ഇതാണ്, നമ്മളുടെ ഇലക്ട്രിക് ബൾബ് ഇതാണ്. ഇതിന് രണ്ട് വയേഴ്സ് ഉണ്ട്, രണ്ട് തിക്ക് വയേഴ്സ് ഉണ്ട്. ഈ ഫിലമെന്റ് അറ്റാച്ച് ചെയ്തിട്ട് രണ്ട് തിക്ക് വയേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഈ രണ്ട് വയേഴ്സും ഈ ഒരു വയർ ഈ മെറ്റൽ ബേസിലുള്ള ഇവിടെ ഒരു ശരിക്കും ഈ ഫിഗറിൽ നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല, ഇവിടേക്കാണ് അത് ജോയിൻ ചെയ്തത്. അടുത്ത വയർ നമ്മൾ എവിടേക്കാണ്? മെറ്റൽ ക്യാപ്പ്, ഇവിടെ താഴെ ഒരു മെറ്റൽ ക്യാപ്പ്. ശരിക്കും നിങ്ങൾ വീട്ടിലുള്ള ബൾബ് ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, അടിയിലൊരു മെറ്റൽ ക്യാപ്പ് പോലെ ബൾബ് തിരിച്ചു പിടിച്ച് മുകളിൽ കാണാൻ ചെറിയൊരു ഇതുപോലെ കാണാം. അതാണ് നമ്മൾ മെറ്റൽ ക്യാപ്പ് എന്ന്. ഇവിടേക്കുമാണ് ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, രണ്ട് വയർ ഉണ്ട്, ഒരു വയർ മെറ്റൽ ബേസിലേക്കും വേറൊരു വയർ എവിടേക്കാണ് ജോയിൻ ചെയ്തത്? മെറ്റൽ ക്യാപ്പിലേക്കുമാണ് ജോയിൻ ചെയ്തത്. ഓക്കെ, നമ്മൾ ഇതിന് രണ്ടുമാണ് എന്ത് പറയുന്നത്? ടെർമിനൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു? കൺഫ്യൂസ്ഡ് ആയോ? ഇപ്പൊ നേരത്തെ പറഞ്ഞ സെല്ലിൽ നമ്മൾ രണ്ട് ടെർമിനൽ പറഞ്ഞു, ഇത് പോസിറ്റീവ് ടെർമിനൽ, നെഗറ്റീവ് ടെർമിനൽ പറഞ്ഞു. ഓക്കെ, ഇതിലും ബൾബിലും രണ്ട് ടെർമിനൽ ഉണ്ട്. എന്താണ്? ടെർമിനൽ ഓഫ് മെറ്റൽ ബേസും ടെർമിനൽ ഓഫ് മെറ്റൽ ക്യാപ്പും ഉണ്ട്. ഓക്കെ, അപ്പൊ താഴെ ഉള്ളതാണ് മെറ്റൽ ക്യാപ്പും, ഇവിടെ നിൽക്കുന്നതാണ് മെറ്റൽ ബേസും എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു മെറ്റൽ ബേസ് ചെറിയൊരു, നിങ്ങൾക്ക് അത് ആ ബൾബ് എടുത്താൽ ശരിക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഒരു മെറ്റൽ ബേസിൻ്റെത് ചെറിയൊരു ഇതുപോലെ കാണാം. ഓക്കെ, അപ്പം ടെർമിനൽ ഓഫ് മെറ്റൽ ക്യാപ്പും ഉണ്ട്, ടെർമിനൽ ഓഫ് മെറ്റൽ ബേസും ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഒരു കംപ്ലീറ്റ് ഒരു ഫിഗർ ആണ് നമ്മളുടെ എന്തിന്റെ? ഒരു ബൾബിന്റെ, ഇലക്ട്രിക്കൽ ബൾബിന്റെ. എന്താണ്? ഗ്ലാസ് ഉണ്ട്, വയർ ഉണ്ട്, ഇതെന്താണ്? ഗ്യാസ് ഉണ്ടാവും അതിൻ്റെ ഉള്ളില്. ഓക്കെ, അത് ഫിലമെന്റ് അല്ലെ? ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫിലമെന്റ് എന്താണ്. ഓക്കെ, അപ്പൊ ടെർമിനൽ ഓഫ് മെറ്റൽ ബേസും ടെർമിനൽ ഓഫ് മെറ്റൽ ക്യാപ്പ്. അപ്പം ഈ വയർ, ഒരു വയർ ഈ ടെർമിനലിലും ഈ വയർ എന്താണ്? ഈ മെറ്റൽ ബേസ് എന്ന് പറഞ്ഞ ടെർമിനലിലേക്കും ആയിരിക്കും എന്ത്? ജോയിൻ ചെയ്തതെന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് മാം നേരത്തെ റീഡ് ചെയ്തത്. എന്താ കണ്ടോ? ദ ഫിലമെന്റ് ഈസ് അറ്റാച്ച്ഡ് ടു വയർസ്. ഓക്കെ, ആ ഫിഗർ കണ്ടപ്പോൾ അറ്റാച്ച് ചെയ്തു എന്ന് പറഞ്ഞു അല്ലെ? വൺ ഓഫ് ദ വയർ ഈസ് കണക്റ്റഡ് ടു മെറ്റൽ കേസ്. എന്താണ്? ഒന്ന് മെറ്റൽ കേസ്, മെറ്റൽ ബേസ് എന്നാണ് ഉദ്ദേശിച്ചത്, അതിലേക്കും അറ്റ് ദ ബേസ്. ആൻഡ് അതർ വയർ ഈസ് കണക്ട് ടു ദ മെറ്റൽ വയർ അറ്റ് ദ സെന്റർ ഓഫ് ദ ബേസ്. ബേസിന്റെ സെന്ററിൽ, അതെവിടെ പറയുന്നത്? ഓക്കെ, ഇവിടെയാണ് ബേസിന്റെ സെന്ററിൽ, അതാണ് മെറ്റൽ ബേസിലും. അടുത്തത് എവിടെയാണ്? മെറ്റൽ ക്യാപ്പിലാണ് ജോയിൻ ചെയ്തതെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ എന്താണ്? ബേസ് ഓഫ് ദ ബൾബ് ആൻഡ് മെറ്റൽ ടിപ്പ് ആർ ദ ടെർമിനൽസ് ഓഫ് ദ ബൾബ് ആൻഡ് ദേ ഡു നോട്ട് ടച്ച് ഈച്ച് അതർ. ഓക്കെ, ഇതാണ് രണ്ടുമാണ് എന്ത്? ടെർമിനൽസ് എന്ന് പറയുന്നത്. ഇത് രണ്ടും എന്താണ്? ഒരിക്കലും ടച്ച് ആവില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ദേ ഡു നോട്ട് ടച്ച് ഈച്ച് അതർ എന്നാണ് പറയുന്നത്. ഓക്കെ, ഓക്കെ, അപ്പൊ നമ്മൾ ഇലക്ട്രിക്കൽ ബൾബും പഠിച്ചെന്തായിരുന്നു? ഇലക്ട്രിക്കൽ സെല്ലും പഠിച്ചു അല്ലെ? അപ്പൊ ഇലക്ട്രിക്കൽ സെല്ലിൽ നമ്മൾ പറഞ്ഞത് രണ്ട് ടെർമിനൽ, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽ. ഓക്കെ, അതിന് പാർട്സിൽ എന്ത് പറഞ്ഞു? മെറ്റൽ ക്യാപ്പ് പറഞ്ഞു, താഴത്ത് എന്ത് പറഞ്ഞു? മെറ്റൽ ഡിസ്കും പറഞ്ഞു. മെറ്റൽ ക്യാപ്പ് എന്തായിരുന്നു മക്കളെ? മെറ്റൽ ക്യാപ്പ് എന്ന് പറയുന്നത് പോസിറ്റീവ് ടെർമിനൽ ആയിരുന്നു. മെറ്റൽ ഡിസ്ക് എന്ന് പറയുന്നത് എന്തായിരുന്നു? നെഗറ്റീവ് ടെർമിനൽ. ഓക്കെ, അപ്പൊ നമ്മൾ ഇലക്ട്രിക് സെല്ലിന്റെ കഴിഞ്ഞു. പിന്നെ എന്തായിരുന്നു നമ്മൾ പിന്നെ പഠിച്ച? ഇലക്ട്രിക് ബൾബായിരുന്നു. ഇലക്ട്രിക് ബൾബിൽ നമ്മൾ പറഞ്ഞു ഗ്ലോ ചെയ്യുന്ന വയർ, ആ ഗ്ലോ ചെയ്യുന്ന തിൻ വയറിന് നമ്മൾ പറഞ്ഞ പേരാണ്
ഫിലമെന്റ്. അത് എന്തുകൊണ്ട് മെയ്ഡ് ചെയ്തതാണ്? ടങ്സ്റ്റൺ. ഓക്കെ, അതിന് നമ്മൾ ടങ്സ്റ്റൺ വയർ എന്നും കൂടെ പറയാറുണ്ട്. ഓക്കെ,